ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു ബീച്ച് ഷൂട്ടാണ്. സോ നമ്മൾ വർക്കലയിലാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ബീച്ചിലോട്ട് പോകാൻ പോവുക. ഒരു കോഫി ബ്രൗൺ ബിക്കിനിയുടെ ഒരു ഷൂട്ടാണ്. സോ ഇന്നൊരു ഔട്ട്ഡോർ ഷൂട്ടായിരിക്കും. അപ്പോൾ ബാക്കി കണ്ടിന്യൂ ചെയ്യുമ്പോൾ കാണിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ബീച്ചെത്തി. ഇതാണ് ആ ബീച്ച് ഏരിയ. ഇത് വർക്കലയിൽ ട്രിപ്പീസ് ലൈഫിൻ്റെ ആ ഏരിയ ആയിട്ട് വരും ഈ ബീച്ച്. ഇവിടെ വലിയ ആളൊന്നും കാണത്തില്ല, അതുകൊണ്ട് നമ്മളെപ്പോഴും ബീച്ച് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. സോ ഒരു രാവിലെ ഇതിപ്പോൾ ഒരു 7 മണി സംതിങ് ആണ്. സോ ഇന്ന് ഫുള്ളൊരു മൂടി ക്ലൈമറ്റാണ്. സോ ഷൂട്ട് ചെയ്യാൻ വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. പക്ഷെ മഴ പെയ്താൽ പ്രശ്നവും. ഒത്തിരി ലൈറ്റുമില്ല, എന്നൊരു മിനിമം ലൈറ്റിൽ നമുക്കിവിടെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ആ ബീച്ച്. ഇത് ക്ലിഫിൻ്റെ ഒരു വേറൊരു സൈഡായിട്ട് വരും. ഇത് മെയിൻ ക്ലിഫ് സൈഡല്ല. ക്ലിഫ് സൈഡിൽ നിന്ന് പിന്നെയും കുറച്ചിങ്ങ് നടന്നാൽ ഈ സൈഡ് എത്തത്തുള്ളൂ. ഇതൊക്കെ ഇവിടുത്തെ കഫേസും സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ അവിടെ ആയിരിക്കും ഷൂട്ട് ചെയ്യണം. അവിടെ നീ കളിക്കുവാ അവൻ്റെ കൂടെ. നിങ്ങളിതിൽ ഒത്തിരി ഷോർട്സ് കാണും. ബട്ട് ഞാനിത് ട്രയൽ ചെയ്യുന്നതാണ് ഭൂരിഭാഗം ഷോർട്സും. നമ്മളൊരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഷോർട്സ് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കും, ഒത്തിരി ആംഗിൾസ് ട്രൈ ചെയ്ത് നോക്കും. ജസ്റ്റ് ഒരു ബെറ്റർ നമുക്ക് ഷോർട്സ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ചിലത് നമുക്ക് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവത്തില്ല. നമുക്കപ്പോൾ ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോൾ അറിയാം, ഇപ്പോൾ നമുക്ക് മിറർലെസ് ക്യാമറ ആകുമ്പോൾ നമ്മൾ ഒത്തിരി ഷോർട്സ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. എല്ലാ ഷോർട്സും പക്ഷേ നമ്മൾ പുറത്തോട്ട് ഇടണമെന്നല്ല. അപ്പോൾ ഞാനിതിൽ കുറച്ച് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ദെയർ. ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 85mm ആൻഡ് 35mm 1.4 ലെൻസസ് ആണ്. ജസ്റ്റ് ഒരു വൈറ്റ് ഷോട്ട്സും ജസ്റ്റ് ലോങ് ഷോട്ട്സിനും വേണ്ടി മാത്രമാണ് ഞാൻ ഈ 2 ലെൻസസ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കടലിൻ്റെ സൈഡ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ലെൻസസ് സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒത്തിരി സോൾട്ട് വാട്ടർ ഇഷ്യൂ ഉള്ളതുകൊണ്ടും ഹ്യൂമിഡിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടും നമുക്ക് ഒത്തിരി സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാമറയെ സെൻസറിനെ ഒത്തിരി ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി സ്വിച്ച് ചെയ്യാറില്ല. ലൈക്ക് അതിൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പലരും പലരും സ്റ്റൈലായിരിക്കും അത് ചെയ്യുന്നത്. ചായ മേഡം. ഗൈസ്, ഇനി നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാം. ഇനി ഫുള്ളൊരു വെറ്റ് ലുക്ക് ബീച്ച് മൂഡാണ്. അപ്പോൾ അതായിരിക്കും ഫൈനൽ ഷോട്ട്.
ഇതിൻ്റെ POV ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇത് കണ്ടിന്യൂസ് 2 day ആയിട്ടുള്ള ഷൂട്ടായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഉള്ള ഷൂട്ടായിരുന്നു. സോ എൻ്റെ POV ഷൂട്ട് ചെയ്യുന്ന 360 ഓൾറെഡി ഡെഡായിരുന്നു. അതുകൊണ്ട് എനിക്കത് POV ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതൊരു സിംഗിൾ ക്യാമിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഷോട്ട്സ്. സോ അതെനിക്കറിയാൻ കുറച്ച് ബോറിംഗ് ആണ്. സാധാരണ ഞാൻ നോർമലി ചെയ്യുമ്പോൾ ഞാൻ സ്വിച്ച് ചെയ്താണ് ചെയ്യുന്നത്. സോ എൻ്റെ പെർസ്പെക്റ്റീവ് നിങ്ങൾക്കൊരു വൈഡ് പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഷൂട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തിരിച്ച് നമ്മൾ റിട്ടേൺ ആണ്. ഏകദേശം ഷൂട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളിന്ന് 2-3 ഫ്രെയിംസ് മാറ്റി മാറ്റി ഷൂട്ട് ചെയ്ത് നോക്കി. ഇവിടെ ഞാൻ മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനാണ്. അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി മാറ്റി ഷൂട്ട് ലൊക്കേഷൻസ് നോക്കിയായിരുന്നു. ലൈക്ക് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഏരിയ, ഗ്രീൻ ഏരിയ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ബീച്ച് ഷൂട്ടും ചെയ്തു. അവിടെ ഒരു ആ ലൊക്കേഷനിൽ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരു 4-5 ഫ്രെയിം ഷൂട്ട്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ ട്രിപ്പീസ് ലൈഫ് കഫേസൊരയൊക്കെ താഴെയിട്ട് വരും ഈ ഒരു ലൊക്കേഷൻ. സോ വലിയ ആളൊന്നുമില്ല രാവിലെ. സോ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. സോ ഇനി ഇതേപോലത്തുള്ള BTS ഷൂട്ടുകൾ വരുന്നതാണ്. അപ്പോൾ ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.